അതെ സുഹൃത്തുക്കളെ, ഞാനിന്ന് എൻ്റെ നാട്ടിൽ തന്നെ കേട്ടോ, മണ്ണാർക്കാട് അഗ്രോടെക് എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ്. കാർഷിക ഉപകരണങ്ങൾ, കാർഷിക മെഷീനുകൾ 50% സബ്സിഡിയും പവർ ടൂളുകൾ 10% മുതൽ 60% വരെ ഡിസ്കൗണ്ടും കിട്ടുന്ന ഒരു അടിപൊളി ഷോപ്പാണ്. വിശദമായിട്ടുള്ള കാഴ്ചകൾ കാണാം നേരെ വീഡിയോയിലേക്ക്. അതെ, ഞാൻ അഗ്രോടെക്കിന്റെ അകത്ത് ഇങ്ങനെ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഈ ചേട്ടനാണ്. ചേട്ടന്റെ പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് ജോൺ എന്നല്ലേ? ഇവിടെ തന്നെ മണ്ണാർക്കാടല്ലേ താമസം? ഓക്കെ, ഇത് നമ്മുടെ സുഹൃത്തിന്റെ ഷോപ്പാണ്. നിങ്ങളുടെ ഓണർ നമ്മുടെ സുഹൃത്താണ്. എന്തൊക്കെയാണ് നമ്മളിവിടെ കൊടുക്കുന്ന ഓഫറും കാര്യങ്ങളും, അതേപോലെ തന്നെ ഏതൊക്കെ ഐറ്റംസ്, എന്തൊക്കെയാണ് അഗ്രോടെക് കൊടുക്കുന്ന സർവീസും, A to Z കാര്യങ്ങൾ ഇരിക്കുന്ന അറിയണം. എന്തൊക്കെയാണ് ആദ്യം മുതൽ തുടങ്ങിയോളൂ, എന്തൊക്കെയാണ് ഇവിടെ കൊടുക്കുന്ന ആദ്യം ഓഫർ, അതാണ് ആളുകൾക്ക് വേണ്ടത്. എങ്ങനെയൊക്കെയാണ് ഓഫറിന്റെ കാര്യങ്ങൾ? നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പവർ ടൂൾസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിലും കൂടുതലായിട്ടാണ് നമ്മൾ കാർഷിക ഉപകരണങ്ങൾ അറിയാലോ. ഇപ്പൊ ഏതൊരു മേഖലയിൽ ചെന്നാലും യന്ത്രവൽക്കരണം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല, ഒരിക്കലുമില്ല. അപ്പൊ ഈ യന്ത്രവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം മെഷീനുകളും, കാർഷിക ഉപകരണത്തിലെ എല്ലാ മെഷീനുകളും നമ്മൾ 50% മുതൽ 80% വരെ സബ്സിഡിയിൽ ഓരോ കർഷകനും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് സബ്സിഡി. ഈ കാർഷിക ഉപകരണങ്ങൾക്ക് മാത്രമല്ലേ ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നുള്ളൂ? അതെ. കേരളത്തിൽ മാത്രമാണോ മറ്റുള്ള സ്റ്റേറ്റുകളിൽ? അത് കേരളത്തിൽ മാത്രമാണ് കാർഷിക ഉപകരണങ്ങളുടെ സബ്സിഡി കൊടുക്കുന്നത്. ഏകദേശം 8ഓളം പദ്ധതികൾ നമുക്കുണ്ട്. സാം പദ്ധതി ഉണ്ട്, മറ്റേ CSR ഉണ്ട്, അതുപോലെ കോഫി ബോർഡിന്റെ ഉണ്ട്, അല്ലെ കർഷകരുടെ ഉണ്ട്. അങ്ങനെ ഒരു 8ഓളം പദ്ധതികൾ നമുക്ക് അതിലുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇതിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ആ സാധനം 50% ഡിസ്കൗണ്ടിൽ നമ്മൾ തരുന്നതായിരിക്കും. നിങ്ങൾ അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തോളും. നിങ്ങൾക്ക് വേണ്ട മെഷീനും നിങ്ങൾക്ക് വേണ്ട ഉപയോഗം എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന മെഷീൻ നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന ഉപയോഗത്തിനുള്ള മെഷീൻ നമ്മൾ തന്നെ സെറ്റ് നിങ്ങളുടെ സ്പോട്ടിൽ നമ്മൾ എത്തിച്ചു തരും. പിന്നെ ഈ പവർ ടൂൾസ് ഐറ്റംസിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ, പവർ ടൂൾസ് ഒക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ പവർ ടൂൾസ് നിങ്ങൾക്ക് കിട്ടുന്ന എവിടെ? കോയമ്പത്തൂരാണ്. പക്ഷെ കോയമ്പത്തൂർ മെഷീൻ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ അതിന്റെ സ്പെയർ കിട്ടില്ല, അല്ലെ വാറന്റി ഇല്ല എന്ന് പറയും. നമ്മളിവിടെ ഏറ്റവും കുറഞ്ഞത് 999 രൂപ മുതൽ ആംഗിൾ ഗ്രൈൻഡറും 699 രൂപ മുതൽ ഡ്രില്ല് മെഷീനും കൊടുക്കുന്നുണ്ട്. അതിന്റെ സ്പെയർ നമുക്ക് കൊടുക്കാവുന്നതാണ്. സർവീസ് സ്പെയർ ഒക്കെ അതിന് കിട്ടും. മറ്റ് ഇതിലൊക്കെ എന്താ പ്രശ്നം ചോദിച്ചാൽ സ്പെയർ പാർട്സോ കിട്ടുകയില്ല. ഇപ്പൊ അഗ്രോടെക് നമ്മുടെ മണ്ണാർക്കാട് ഏകദേശം 20 വർഷത്തിന്റെ അടുത്തായിരുന്നു, 19 വർഷം കഴിഞ്ഞു. അപ്പൊ അത്രയും വിശ്വസനീയമായ ഒരു സ്ഥാപനമാണ്. എനിക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, എന്റെ നാട്ടുകാരനാണ്, എന്റെ കൂട്ടുകാരനാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അങ്ങനെയൊക്കെയുള്ള ബന്ധം നമുക്കുണ്ട്. ഇതിന്റെ കറക്റ്റ് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇതിന്റെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് എവിടെ നിന്ന് പറഞ്ഞു കൊടുത്തേ? നമുക്ക് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ മണ്ണാർക്കാട് ടൗണിൽ തന്നെ കോടതിപ്പടിന്ന് കുറച്ച് താഴത്തോട്ട് ഇറങ്ങിയാൽ പഴേരി പെട്രോൾ പമ്പ് ഒരു പമ്പുണ്ട്. പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാരത് ഗ്യാസിന്റെ തൊട്ടടുത്ത്, അഥവാ നാഷണൽ ഹൈവേന്റെ സൈഡിൽ തന്നെയാണ്. അതെ. കോഴിക്കോട് നിന്ന് പാലക്കാട്ടേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡും, പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡും. കോടതിപ്പടി ഇറങ്ങിയ പഴേരി പമ്പിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ്. അതെ. ഇനി നിങ്ങൾ ഈ ഐറ്റംസും കാര്യങ്ങളും അതേപോലെ തന്നെ കുറച്ച് പ്രത്യേകമായ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നോട് പറഞ്ഞു. അതേപോലെ തന്നെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പവർ ടൂൾസ് ഉണ്ട്. ആ സംഭവം ഒന്ന് കാണിച്ചു തരാൻ പറ്റും? ബാറ്ററി ഒരൊറ്റ ബാറ്ററി മതി നമ്മുടെ ഏകദേശം 9ഓളം പ്രൊഡക്റ്റുകൾ നമുക്ക് ഒരു ബാറ്ററിയിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്ന ബാറ്ററി ഒന്ന് തന്നെ, ഒറ്റ ബാറ്ററി മതി. ഇങ്ങനത്തെ ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 9ഓളം പ്രൊഡക്റ്റ് വർക്ക് ചെയ്യിപ്പിക്കാം. വ്യത്യസ്തമായ പല മെഷീനും, കാട് വെട്ട് മെഷീനും, മരമുറി മെഷീനും, ആംഗിൾ ഗ്രൈൻഡറും, ഇലക്ട്രിക് ബ്ലോവറും, ഡ്രില്ലിംഗ് മെഷീനും, റിഞ്ച് മെഷീനും, എന്തിന് കാർ വാഷർ അടക്കം നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററിയിൽ വർക്ക് ചെയ്യിക്കാം. അഥവാ ബാറ്ററി ഒരു ടൈപ്പ് മതി, വ്യത്യസ്തമായ മെഷീനറി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നോക്കിട്ടോ, 1 2 3 4 5 6 7 8 9 ഏകദേശം 10ഓളം മെഷീന് ഈ ഒരു ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ വെൽഡിംഗ് വർക്കൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ചില സ്ഥലങ്ങളിൽ കറണ്ട് ഇല്ലാത്ത പ്രശ്നങ്ങൾ വരും. ഡ്രിൽ ചെയ്യേണ്ടത് അഥവാ ഷീറ്റ് മാത്രം ബോൾട്ട് ചെയ്യേണ്ട സാഹചര്യങ്ങൾക്ക് വരാറുണ്ട്. എനിക്ക് ആ മേഖല അറിയാവുന്നത് കൊണ്ടാണ് പറയുന്നത്. അവിടേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ബാറ്ററിയിൽ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല പവർ ഉണ്ട്. അതേപോലെ തന്നെ ഇതെന്താണ്? പിന്നെ ഇത് ആംഗിൾ ഗ്രൈൻഡർ ആണ്. ഇതൊക്കെ കട്ട് ചെയ്യണേ, വൈബ്രേഷൻ എല്ലാം വരുന്നത്. അതും ആ ബാറ്ററിയിലാണ്. 21 വാട്ട്സിന്റെ 4 Hന്റെ ബാറ്ററിയാണ് വരുന്നത്. ഈ പവർ ബാറ്ററിയാണ്. ഇതിന് വന്നിട്ട് നമുക്ക് ഈ ബാറ്ററിക്ക് റീപ്ലേസ്മെന്റ് വാറന്റി ഉണ്ട്. ഈ ബാറ്ററിക്ക് കറണ്ട് ഇല്ലാത്തൊരു ഏരിയ ആണെങ്കിൽ സുഖമായിട്ട് യൂസ് ചെയ്യാം. ഈ കാർഡ് വെട്ടുന്നത് അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെ. ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കോ? ബാറ്ററിയിലാട്ടോ വർക്ക് ചെയ്യണേ.
ഫിയോലോ ഒന്നുമല്ല, ബാറ്ററിയാണ്. 21 വോൾട്ടിന്റെ ഒരു പവർ ബാറ്ററി വെച്ചിട്ടാണ് കാട് വെട്ടുന്ന മെഷീൻ, അതേപോലെ തന്നെ ഈ കാണുന്ന സംഭവങ്ങൾ കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നത്. ഇനി ഡബിൾ ബാറ്ററി വെച്ചിട്ട് ഒരു സംഭവം കൂടി ഇല്ലേ, ഒരു ചെയിൻസോ, മരം മുറിക്കുന്ന മെഷീൻ. മരം മുറിക്കുന്ന മെഷീൻ 2 മോഡലുണ്ട്. സിംഗിൾ ബാറ്ററി ആണ് അല്ലേ, ഡബിൾ ബാറ്ററിയുടെ ഉണ്ട്. ഓക്കെ, ഇതാകുമ്പോൾ നല്ല പവറുള്ള, അത്യാവശ്യം നല്ല പവറുള്ള മെഷീൻ തന്നെയാണ്. നല്ല പവറാട്ടോ. നമുക്ക് ആ പറിക്കുന്ന പിന്നെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് 2 ബാറ്ററി അഡാപ്റ്റ് ചെയ്യാൻ ഇവിടെ 20 വോൾട്ടിന്റെ 2 ബാറ്ററി, 4 എച്ചിന്റെ 2 അപ്പൊ അതിനനുസരിച്ചുള്ള പവർ കൂടും. അപ്പൊ ഇത് 2 ബാറ്ററി ഉള്ളത്, അതേപോലെ തന്നെ ഇതും ഒരു ചെയിൻ ആണ്, ഇത് സിംഗിൾ ബാറ്ററിയിലാണ് വരുന്നത്. ഓക്കെ, അതാണ് ഇവിടുത്തെ ഒരു അഥവാ ഒരുപാട് സാധനങ്ങൾ ഒറ്റ ബാറ്ററിയിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു സാധനം, ഇത് ഞാൻ വന്നപ്പോൾ നോട്ട് ചെയ്ത സാധനമാണ്. ഈ സംഭവത്തിന്റെ പേരെന്താ? ഇത് റിംഗ് സോ എന്ന് പറയും. റിംഗ് സോ അല്ലേ? അതായത് നമുക്ക് 300 mm വരെയുള്ള വാള്, കോൺക്രീറ്റ് സ്ലാബ് ഒക്കെ കട്ട് ചെയ്യാൻ പറ്റും. 12 ഇഞ്ച് വരെയുള്ള കോൺക്രീറ്റിന്റെ അല്ലാതെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിൽ കട്ട് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ ഈ പറഞ്ഞ നമ്മളിപ്പോ കാണിച്ചു കൊടുത്ത എല്ലാത്തിനും നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. 10% മുതൽ 60% വരെ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ വരുന്ന 3 മെഷീനുകളാണ് ഈ കാണിക്കുന്നത്. ഏറ്റവും കൂടുതൽ വീടുകളിലെ സ്ത്രീകൾക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. സ്ത്രീകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അവർക്ക് ചെറിയ മരങ്ങൾ, അതെ, മരം വിറകുണ്ടാക്കാനും അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ ഒരു മെഷീൻ വരുന്നത്. ഇതും അതേപോലെ ഒരു ബ്ലോവർ, ഇലക്ട്രിക് ബ്ലോവർ. ഇതാകുമ്പോഴത്തേക്ക് നമ്മുടെ മിറ്റത്തെ കരിയിലെ കാര്യങ്ങൾ മുഴുവൻ അടിച്ചു കളയാൻ, എല്ലാം നമുക്ക് അടിച്ചു കളയാൻ പറ്റും. പിന്നെ വന്നിട്ട് ഈ പറഞ്ഞ കാട് വെട്ട് മെഷീൻ, ഈ ഒരു കാട് വെട്ട് മെഷീൻ, ഇത് 3ഉം കൂടെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ കോംബോ ഓഫറിൽ ഇപ്പൊ വരുന്നുണ്ട്. ഇതിനെല്ലാം കൂടെ നിങ്ങൾ 2 ബാറ്ററി വാങ്ങിയാൽ മതി. ഒരു ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ വേറൊരു ബാറ്ററി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതൊരു സ്പെഷ്യൽ ഓഫറിൽ അതും നമുക്ക് തരാൻ പറ്റുന്നുണ്ട്. ഒരു ബാറ്ററി വാങ്ങിയാൽ ഈ സംഭവങ്ങളെല്ലാം എല്ലാം കൂടെ നമുക്ക്. പിന്നെ കുറച്ച് തോന്നുന്നു എനിക്ക് ഒന്നുകൂടി സൈലന്റ് മോഡാണ്. സൈലന്റ് മോഡ്, സൗണ്ട് വളരെ കുറവാണ്. ലേഡീസിന് ഉപയോഗിക്കാൻ ഈ ഒരു സംഭവം എനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് വീടുകളിലൊക്കെ പിന്നെ മുറ്റടിക്കുന്ന സംഭവത്തിനൊക്കെ അല്ലെ, ചൂലെടുത്ത് ഇങ്ങനെ കുനിഞ്ഞ് ബുദ്ധിമുട്ടാവേണ്ട ആവശ്യമില്ല. ആ സംഭവം ഒരു ബാറ്ററി കുത്തി വെച്ചങ്ങാണ്ട് അങ്ങനെ പിടിച്ച സെയിം ബാറ്ററി തന്നെയാണ് അതിനും വരുന്നത്. എല്ലാത്തിനും ഒരു ബാറ്ററി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ലേഡീസിനും വളരെ സുന്ദരമായിട്ടും സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് സാരം. അവർക്ക് യാതൊരു പ്രശ്നങ്ങൾ വരാനോ അപകടം സംഭവിക്കാനും സാധ്യത വളരെ കുറവാണ്. പക്ഷെ ആയുധങ്ങളാണ്. അപ്പൊ എന്തായാലും ഈ ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം സേഫ്റ്റി ഉപയോഗിക്കണം. ചേട്ടാ, വേറെ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ കൊടുക്കുന്ന സംഭവങ്ങൾ? ഏറ്റവും വില കുറഞ്ഞും അതേപോലെ തന്നെ ഓഫറിൽ വേറെ എന്തെല്ലാം സംഭവങ്ങൾ ലഭിക്കും? നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡ്രില്ലിംഗ് മെഷീനുകളാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്. ഡ്രില്ലിംഗ് മെഷീൻ 6.5 mm മുതൽ 26 mm വരെയും, അതിന്റെ ഹിൽറ്റുകൾ 5 കിലോ മുതൽ 26 കിലോ വരെ നമുക്ക് ഇവിടെ അവൈലബിലിറ്റി ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ 10% മുതൽ 50% വരെ ഓഫറിലാണ് കൊടുക്കുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു മണ്ണാർക്കാട്, പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ അത്യാവശ്യം സ്റ്റോക്ക് ഇല്ല. ഈ നമ്മൾ ഈ കാണുന്ന ഈ 3 നില ബിൽഡിങ്ങും ഇതിന്റെ സാധനങ്ങളും പാലക്കാട് ജില്ലയിൽ വേറെ ഷോപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഷോപ്പ് വേറെ ഉണ്ട്, പക്ഷെ നമ്മുടെ ഇത്രയും സ്റ്റോക്ക് വേറെ ഷോപ്പില്ല. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഏകദേശം 2-3 നില ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങിലാണ്. ഇതിനകത്ത് കംപ്ലീറ്റ് ഇതേപോലത്തെ സാധനങ്ങളാണ്. പിന്നെ നോക്കി, ഇത് മാത്രം, ഇതിപ്പോ ഞാൻ താഴത്തേതിൽ മാത്രമാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് മുകളിൽ പോകാനുണ്ട്, ഒരുപാട് ഇവരുടെ പിന്നെ ഗോഡൌൺ കാണാനുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. നിങ്ങൾ നേരിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരികയാണെങ്കിൽ ഇതെല്ലാം കണ്ട് വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് മെഷീൻ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്ക് മെഷീൻ കൊണ്ടുപോകാൻ പറ്റില്ല, ഞങ്ങൾ ഇവിടുന്ന് മെഷീൻ കൊറിയർ അയച്ചു തരും. വിത്തിൻ 1 ഡേയിൽ നമുക്ക് ഡെലിവറി അവിടെ ചെയ്തു തരും. കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അപ്പൊ ചേട്ടാ, ഇനി എന്താ നമ്മൾ കാണാൻ പോണേ? ഇനി വന്നിട്ട് നമുക്ക് സർവീസ് സെന്റർ കാണാം. നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് സർവീസ് ആണ്. സെയിൽസിനെക്കാട്ടിലും നമ്മൾ ഇമ്പോർട്ട് കൊടുക്കുന്ന സർവീസ് ആണ്. അതാണല്ലോ മെയിൻ. അതെ, ഇതാണ് നമ്മുടെ സർവീസ് സെന്ററിന്റെ മെയിൻ ഒരു ഓഫീസ് വരുന്നത്. ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെയാണ്, കേരളമല്ല കർണാടക, തമിഴ്നാട് എവിടെയാണെങ്കിലും നമ്മളിവിടെ സാധനം കൊറിയറിൽ കൊടുക്കും. ഞാൻ നേരത്തെ ചോദിക്കാൻ വന്നൊരു സംഭവം, ഇപ്പൊ പുറം രാജ്യത്ത് നിന്ന് കൊടുക്കുന്നൊരു സംഭവം മെഷീനറി, അതിന്റെ പാർട്സും സർവീസ് ഒക്കെ അവൈലബിൾ ആണ്. ഇവിടെ ഇല്ലാത്ത സ്പെയർ നമ്മൾ വരുത്തി ഇവിടെ നേരാക്കി കൊടുക്കും. അഥവാ 100% ഏത് നാട്ടിലത്തെ സാധനങ്ങളും സർവീസ് സ്പെയർ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് നമ്മൾ ഇവിടെ നേരാക്കി കൊടുത്തിരിക്കും. അത് കൊറിയറിൽ നമ്മൾ തിരിച്ച് അവർക്ക് അയച്ചും കൊടുക്കും. ഓക്കെ, എന്തായാലും നേരെ സർവീസ് സ്റ്റേഷന്റെ ഉള്ളിൽ വരും. ഇതാണ് നമ്മുടെ സർവീസ് സെന്റർ വരുന്നത്. നമുക്ക് ഏകദേശം 8ഓളം ടെക്നീഷ്യന്മാർ ഓൺ സൈറ്റിൽ ഉണ്ടാവും, നമ്മുടെ സ്പോട്ടിലുണ്ടാവും. നമുക്ക് ഏകദേശം ഒരു 5 പേര് ഓൺ സൈറ്റ് ഉണ്ട്. പാലക്കാട് ജില്ലയിൽ തന്നെ 5 പേര് സൈറ്റിൽ, അവരുടെ സൈറ്റിൽ പോയി ചെയ്തു കൊടുക്കും. ഏത് കമ്പനിയുടെ ഏത് ഐറ്റംസ് കൊടുക്കും അല്ലേ? ജനറേറ്റർ മുതൽ ഏറ്റവും ചുരുങ്ങിയ സാധാ ഡ്രില്ല് വരെ നമ്മളിവിടെ സർവീസ് കൊടുക്കുന്നുണ്ട്. ഇതാണ് നോക്കി, ഇതാണ് നമ്മുടെ ബഹുലമായ സർവീസ് സ്റ്റേഷൻ ആണ്. ഇതാണ് മൊത്തം 8 പേരുടെ നമുക്ക് സൈറ്റിംഗ് ആൾക്കാരുണ്ട്. ഇനി വന്നിട്ട് നമ്മുടെ സ്പെയർ പാർട്സിന്റെ സെക്ഷൻ നമുക്ക് നോക്കാം.
സ്പെയർ പാർട്സ് വന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ താഴെ കാണിച്ച മെഷീനുകളുണ്ടല്ലോ അതിന്റെ എല്ലാത്തിന്റെ സ്പെയർ പാർട്സ് നമ്മുടെ അടുത്തുണ്ട്. ഏത് സംഭവത്തിന്റെ സ്പെയർ പാർട്സ് നമ്മുടെ അടുത്ത് കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. അത് മാത്രമല്ല ഈ സ്പെയർ പാർട്സ് ഒക്കെ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ നമ്മൾ എത്തിച്ചു തരും. കൊടുക്കും. കൊറിയറിൽ എത്തിച്ചു കൊടുക്കും അല്ലേ? ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ കമ്പനികളും ഒട്ടുമിക്ക ഇന്ത്യയിലുള്ള എല്ലാ കമ്പനിയിലും ഫീൽഡ് ആർമേച്ചർ നമുക്ക് ഇവിടെ അവൈലബിലിറ്റി ഉണ്ടാവും. എല്ലാ കമ്പനികളുടെയും ഉണ്ടാവും. അതുപോലെ പിന്നെ ഇതൊക്കെ നമുക്ക് ഈ കാർഡ് വെട്ട് മെഷീന്റെ റാഡ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ ഇത് കാർ വാഷറിന്റെ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമുക്ക് കിട്ടാതിരിക്കുന്ന സാധനമാണ് കാർ വാഷറിന്റെ ഹോസുകൾ. എല്ലാ കമ്പനിയുടെയും കാർ വാഷർ ഹോസുകളും നമുക്ക് ഇവിടെ ഏത് കമ്പനിയാണ് നമുക്ക് ഇവിടെ അവൈലബിലിറ്റി ഉണ്ട്. ഇത് ഫുള്ള് സ്പെയർ പാർട്ട് സെക്ഷൻ ആണ്. ഇത് ഇഷ്ടം പോലെ സ്റ്റോക്ക് വന്നത് നോക്കി ഫുള്ള് എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതേ മുകളിലുണ്ട്. ഇത് തീർന്നിട്ടില്ല കേട്ടോ. നമ്മള് നേരെ പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നേരെ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് കയറിയിട്ടുള്ളൂ അല്ലേ? ഇത് ഇഷ്ടം പോലെ കാണുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇവിടെ അങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കാർഷിക ഉപകരണങ്ങളുടെ സ്പെയർ പാർട്സുകളാണ്. അതായത് ഹോണ്ടയുടെ ഒക്കെ ജനറേറ്ററിന്റെ എല്ലാ സ്പെയർ പാർട്സും നമുക്ക് ഈ ഒരു ഇതിൽ വരുന്നുണ്ട്. പിന്നെ കാർഡ് വെട്ട് മെഷീന്റെ എയർ ഫിൽറ്റർ അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ മരമുറി മെഷീന്റെ സ്പെയർ പാർട്സുകൾ, സ്റ്റില്ലിന്റെ സ്പെയർ പാർട്സുകൾ, അങ്ങനെ എല്ലാ കമ്പനിയുടെയും സെപ്പറേറ്റ് നമുക്ക് സ്പെയർ പാർട്സുകൾ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ചോദിക്കാൻ വെച്ചൊരു സംഭവം, നമ്മൾ ഏകദേശം എത്ര ബ്രാൻഡിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക്? നമ്മൾ ഏകദേശം ഒരു 45ഓളം കമ്പനികളുടെ ബ്രാൻഡഡ് സർട്ടിഫിക്കറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ബ്രാൻഡ് ഇതായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതല്ലാതെ അൺബ്രാൻഡഡ് ആയിട്ടുള്ള മെഷീനുകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അല്ലേ? ഇതെല്ലാം നമുക്ക് നോക്കുകയാണെങ്കിൽ ഹോണ്ടയുടെ മാത്രം ഒരു സെക്ഷനാണിത്. ഹോണ്ടയുടെ കാർഡ് വെട്ട് മെഷീൻ, മരമുറി മെഷീൻ, വാട്ടർ പമ്പ്, അങ്ങനെയുള്ള എല്ലാ മെഷീൻ, ടില്ലറിന്റെ അടക്കം സ്പെയർ പാർട്സ് നമുക്ക് ഇവിടെ അവൈലബിലിറ്റി ഉണ്ട്. എല്ലാം സ്പെയർ. ഒരു മെഷീൻ മൊത്തം അഴിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും. ഇത് ഫുള്ള്, ഈ ഒരു റാക്ക് ഫുള്ള്. പുതിയൊരു മെഷീൻ ഉണ്ടാക്കാനുള്ള സാധനം ഇവിടെ ഉണ്ട്. അഥവാ ചെറിയൊരു ഗ്യാപ്പ് പോലും ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ടോ നോക്കാണ്ടോ? അതെ അതെ അതെ. ഓക്കെ. ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ സെക്ഷനിലും അതേപോലെ കാർഡ് വെട്ട് മെഷീന്റെ എല്ലാ സ്പെയറും, എത്ര കുഞ്ഞ് നട്ടും ബോൾട്ടും ആണെങ്കിലും നമുക്ക് ഇവിടെ അത് അവൈലബിലിറ്റി ആണ്. നട്ടും ബോൾട്ടും ആണെങ്കിലും നമുക്ക് ഇവിടെ ഏത് കുഞ്ഞു സാധനങ്ങളാണെങ്കിലും ആ മെഷീനെ കുറിച്ച് അതിന്റെ എന്താണോ നിങ്ങൾക്ക് വേണ്ടേ ആ സ്ക്രൂ അടക്കം നമ്മൾ ഇവിടെ കൊടുക്കും. എല്ലാ സാധനങ്ങളും ഉണ്ട് നടത്തും. A to Z. അഥവാ സ്പെയറിന് നിങ്ങൾ വേറൊരു സ്ഥലം അന്വേഷിച്ച് പോകണ്ട. അതുപോലെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാ കമ്പനികളുടെ ഓയിലുകൾ, ഹോണ്ടയുടെ ഓയിലുണ്ട്, ഒറിഗോണിന്റെ ഓയിലുണ്ട്, അസ്കോർണയുടെ ഓയിലുണ്ട്, പറഞ്ഞ എല്ലാ കമ്പനിയുടെ ഓയിലുകളും നമുക്ക് ഒറിജിനൽ മെഷീനറിയിലേക്ക് ഉപയോഗിക്കുന്ന ഓയിലുകൾ. അതെ അതെ. അതൊരു കമ്പനിക്ക് അതിന് തന്നെ ഓയിലുകൾ നമുക്ക് തരും. അഥവാ സ്പെയറിനും അതുപോലെ തന്നെ സ്പെയർ പാർട്സിന്റെ ഒരു വലിയൊരു ലോകം തന്നെയാണ് ഇവിടെ അല്ലേ? അതെ അതെ. A to Z കാര്യങ്ങൾ ഇവിടെ കിട്ടുന്നതാണ് ഇവരുടെ പ്രത്യേകത കേട്ടോ. ഇത് എന്തിന്റെ കണ്ടായിട്ടാ? ഇത് നമുക്ക് എല്ലാ കാർ വാഷുകളുടെ ഗണ്ണുകൾ, കുറെ പേർക്ക് ഗണ്ണ് കിട്ടുന്നില്ല, അവരുടെ പഴയ കാർ വാഷിന് ഗണ്ണ് കംപ്ലൈന്റ് ആയി എന്ന് പറയല്ലോ. എല്ലാ കാർ വാഷിനും ഗണ്ണുകൾ നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ പവർ സ്പ്രേയറുകളുടെ ഗണ്ണുകൾ നമുക്ക് ഏകദേശം 12 അടി മുതൽ 50 അടി വരെ മരുന്നടിക്കാൻ പറ്റിയ ഗണ്ണുകൾ നമുക്ക് ഇതിലുണ്ട്. ഇത് മെഷീനറിയുടെ അഥവാ പിന്നെ കാർ വാഷിന്റെ പമ്പ്, കാർ വാഷ് സ്പ്രേയറിന്റെ ഗണ്ണുകൾ. ഇവിടെ നോക്കി, കുമാർ കമ്പനിയുടെ ഒട്ടുമിക്ക എല്ലാ ഐറ്റവും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ്. ഇതും മറ്റു ഷോപ്പുകളെക്കാട്ടിലും ഒരു 25% വരെ നമുക്ക് ഇതിന് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. കൊടുക്കുമ്പോൾ എല്ലാത്തിനും ഡിസ്കൗണ്ട് ഇല്ലാത്തൊരു കളി ഇവിടെ ഇല്ല. അതെ. അപ്പൊ ചേട്ടാ, ഇപ്പൊ നമ്മളിപ്പോ എവിടെയാണ് നിൽക്കണേ? ഇപ്പൊ നമ്മള് നമ്മുടെ കടയുടെ തൊട്ടടുത്തുള്ള ചെറിയ ഗോഡൌണിലാണ്. അത് നമ്മുടെ ഷോപ്പിന്റെ ഏറ്റവും ടോപ്പ് അല്ലേ? ഇതാണ് ഇവിടുത്തെ പിന്നെ ചെറിയ ഗോഡൌൺ. ഇവിടെ തന്നെ നോക്കി ഐറ്റംസ് പല തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. നോക്കി, ഇതാകുമ്പോ നമ്മുടെ കാർഡ് വെട്ട് മെഷീന്റെ സെക്ഷൻ ആണ്. ഇത് ഫുള്ള് കാർഡ് വെട്ട് മെഷീൻ ആണ്. അതിന്റെ മെഷീനറിയും അതേപോലെ ഹോണ്ട, അഗ്രോമേക്ക് ഉള്ള ബ്രാൻഡഡ് ഐറ്റങ്ങളുടെ കാർഡ് വെട്ട് മെഷീൻ ആണ് ഈ വരുന്നത്. അതുപോലെ നമുക്ക് ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഫുള്ള് മാർബിൾ കട്ടറുകളാണ്. മാർബിൾ കട്ടർ, ടൈൽ കട്ടർ ആണ് വരുന്നത്. ഇത് ഫുള്ള്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ള് വാക്വം ക്ലീനർ അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. താഴത്തേക്ക് നമുക്ക് ഈ 2 റാക്ക് ഫുള്ള് ഏകദേശം 25ഓളം കമ്പനിയുടെ വെൽഡിംഗ് മെഷീനുകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് 3500 മുതൽ നമുക്ക് വെൽഡിംഗ് മെഷീൻ കിട്ടും. 3500 മുതൽ വെൽഡിംഗ് മെഷീൻ ഉണ്ട് നമുക്ക്. മാർബിൾ കട്ടർ ഈ പറഞ്ഞ പോലെ ഏറ്റവും കുറഞ്ഞ 1500 രൂപ മുതൽ മാർബിൾ കട്ടർ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഇന്ന് ഈ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാണോ വേണ്ടേ അവിടെ നമ്മൾ എത്തിച്ചു തരും. കൊറിയർ സർവീസ് ഉണ്ട്. താഴത്ത് വെച്ചിട്ടുള്ള സംഭവങ്ങൾ എന്താണ്? ഇതാണ് നമ്മുടെ കോൺക്രീറ്റ് ബ്രേക്കർ. അതായത് നമുക്ക് 5 കിലോ മുതൽ ഏകദേശം 26 കിലോ വരെ വരുന്നുണ്ട്. ഇത് നമുക്കൊരു 5 കിലോയുടെ ഒക്കെ നമുക്കൊരു 3,900 2,900 മുതൽ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന മെഷീനുകളുണ്ട്. റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മെഷീനുകളുണ്ട്. നമ്മുടെ കോൺക്രീറ്റ് പൊട്ടിക്കുന്ന മെഷീനറി അല്ലേ? അതെ അതെ അതെ. ഇതൊക്കെ ഇനി വേറൊരു കാര്യം പറയാം, ഇവിടെ ഇരിക്കുന്ന ഏത് മെഷീനും നിങ്ങൾക്ക് അടവിന് കിട്ടാനുള്ള സംവിധാനം ഉണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അടവിന് കിട്ടും. EMI കിട്ടും. EMI ചെയ്തു ബജാജും ചെയ്തു കൊടുക്കുന്നുണ്ട്.
ഓക്കെ ഓക്കെ. ചേട്ടാ ഈ സംഭവം ഇവിടെ കിടത്തി വെച്ചിട്ട് ഇതാണ് നമ്മുടെ തോട്ടികൾ. 18 അടി മുതൽ 70 തേങ്ങയൊക്കെ പറിക്കാൻ അടയ്ക്ക തേങ്ങ മറ്റേ ഫ്രൂട്ട്സുകളൊക്കെ പറിക്കാൻ പറ്റിയ അതിന്റെ ഇതെല്ലാം വരുന്ന മോഡലാണ്. ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് എന്താ? ഇരുമ്പാണോ? ഇത് അലുമിനിയം വരുന്നുണ്ട്, കാർബൺ ഫൈബറിലും വരുന്നുണ്ട്. അലുമിനിയത്തിനാകുമ്പോഴത്തേക്ക് നമുക്ക് 18 അടി മുതൽ 24 അടി വരെയും, കാർബൺ ഫൈബറിലാണ് 50 അടി മുതൽ 70 അടി വരെ. 70 അടിക്ക് വരും. ഈ കാർബൺ ആകുമ്പോൾ ചിലപ്പോൾ കുറച്ച് റേറ്റ് കൂടുന്നു. റേറ്റ് കൂടും കാർബൺ ഫൈബർ ആകുമ്പോൾ. അത് ഒലയിലോ വളയിലോ ഷോക്ക് അടിക്കലോ ഒന്നും പറ്റില്ല. പിന്നെ ഡബിൾ ലോക്ക് ആണ് നമ്മൾ കൊടുക്കുന്നത് അധികം. അത് കാരണം കംപ്ലൈന്റ്സ് വളരെ കുറവായിരിക്കും. അതിന്റെ സ്പെയർ പാർട്സ് നമുക്ക് ഇവിടെ അവൈലബിലിറ്റി ഉണ്ട്. അതിന്റെ സ്പെയർ ഉണ്ട്. ഓക്കെ. അപ്പൊ അഗ്രോടെക്കില് പിന്നെ മെഷീനറിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് സർവീസ് അല്ലേ? അതെ. ഓക്കെ. ഇനി ഇവിടെ കാണുന്ന സംഭവങ്ങളോ? ഇതാണെങ്കിൽ നമ്മുടെ വാട്ടർ പമ്പുകൾ, പെട്രോൾ നേരത്തെ നമ്മളവിടെ കാണിച്ചില്ലേ, ഹോണ്ടയുടെ ഒക്കെ വാട്ടർ പമ്പുകളാണ്. പിന്നെ നമ്മുടെ മീറ്റർസോ അങ്ങനെയുള്ള സാധനങ്ങളാണ് വരുന്നത്. ഇനി ഇതിവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഫുള്ള് സ്പ്രെയർ ആണ്, മരുന്നടിക്കുന്ന മെഷീനാണ്. 18 ലിറ്ററിന്റെ പുറത്തിട്ട് അടിക്കുന്നത് മുതൽ 3 ലിറ്ററിന്റെ വരെ സാധാ മാനുവൽ സ്പ്രെയർ ആണ് ഈ വരുന്നത്. വലുതും ചെറുതുമായിട്ടുള്ള സംഭവങ്ങളല്ലേ? ഇതെല്ലാം പെട്രോൾ സ്പ്രെയർ ആണ് വരുന്നത്. പെട്രോളിന്റെ പവർ സ്പ്രേ ഇതെല്ലാം സ്പ്രെയർ ആണ്. ഇതിനൊക്കെ നമുക്ക് 10% മുതൽ 50% വരെ സബ്സിഡിയും കൊടുക്കും. ഇതൊക്കെ പിന്നെ കാർഷിക ഉപകരണങ്ങളിൽ വരുന്നതാണ്. ഇതൊക്കെ അടയ്ക്കൊക്കെ തേങ്ങയ്ക്ക് പൈനാപ്പിളിനൊക്കെ മരുന്നടിക്കുന്ന മെഷീനുകളാണ് വരുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള സബ്സിഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ സ്പെയർ സ്റ്റോക്ക് ഉള്ളത് നമ്മുടെ ഷോപ്പിലാണ്. കമ്പനിക്കാർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമ്മൾ കാണിക്കുന്ന സെക്ഷൻ ഏതാ? ഇനി നമ്മുടെ ഇവിടുത്തെ ചെറിയൊരു സെക്ഷനാണ്. ഇത് വന്നിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ കാട് വെട്ട് മെഷീന്റെ 6500 മുതൽ അൺബ്രാൻഡഡ് ആയിട്ടുള്ള കാട് വെട്ട് മെഷീൻ ഉണ്ട്. നമുക്ക് വീട്ടിലെ ചെറിയ ചെറിയ ഉപയോഗങ്ങളൊക്കെ ആണെങ്കിൽ 6500 ഒക്കെ മതി. അങ്ങനത്തെ ചെറിയ ചെറിയ മോഡൽസ് ആണ് വരുന്നത്. പിന്നെ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടില്ലറുകളാണ്. ഏകദേശം 25,000 രൂപ മുതലുള്ള ടില്ലറുകൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. 2 HP മുതൽ 15 HP വരെ ടില്ലർ നമുക്ക് കിട്ടുന്നുണ്ട്. കാർഷിക ആവശ്യത്തിന് സബ്സിഡി കിട്ടും. പകുതി പേയ്മെന്റിന് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. വെറും പകുതി പേയ്മെന്റ് തന്നാൽ മതി, ടില്ലറുകൾ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ബ്രാൻഡഡ് ഐറ്റം ടില്ലറുകൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം. പിന്നെ ഇപ്പുറത്തെ ഈ ഒരു സെക്ഷനോ? ഈ ഒരു സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഫോം ബോട്ടിൽ എന്ന് പറയും. കാർ സർവീസ് സെന്റർ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടതാണ് ഈ ഒരു സെക്ഷൻ. ഹെവി കാർ വാഷർ എന്ന് പറയും. ഒരു 35,000 രൂപ മുതൽ 70,000 രൂപ വരെയുള്ള കാർ വാഷർ, ഇതിന് പ്രഷർ വാഷറുകൾ വരുന്നുണ്ട്. പിന്നെ അവർക്ക് തന്നെ പറ്റിയ ഫോം ബോട്ടിലുകൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ചെയിൻസോ, നമ്മൾ താഴെ കാണിച്ച ചെയിൻസോകള് ഏറ്റവും കുറഞ്ഞത് 4,000 രൂപ മുതലുള്ള ചെയിൻസോ നമുക്ക് ഇവിടെ അവൈലബിലിറ്റി ഉണ്ട്. 4,000 രൂപ ഒരു 65,000 രൂപ വരെയുള്ള ചെയിൻസോ നമുക്ക് അവൈലബിലിറ്റി, പല സൈസിലുള്ളതുണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ പെയിന്റിംഗ് പണിക്കാര്, മറ്റേ പഞ്ചർ ഷോപ്പുകാര്, അവർക്കൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള സാധനമാണ് കംപ്രസർ. കംപ്രസർ ഏറ്റവും കുറഞ്ഞത് നമ്മൾ 6,900 മുതൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. ചെറുത് ഏറ്റവും ചെറുത്. ഏറ്റവും കൂടിയത് 69,000 രൂപ വരെയുള്ള കംപ്രസർ നമ്മൾ 24 ലിറ്റർ മുതൽ 360 ലിറ്റർ വരെയുള്ള കംപ്രസർ ഇപ്പൊ നമുക്ക് ഇവിടെ സ്റ്റോക്ക് അവൈലബിലിറ്റി ആണ്. ഇതൊക്കെയാണ് വലിയ ഐറ്റംസ്. അതെ. ഇനി വന്ന് നമുക്കൊരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഇത് ഫുള്ള് പെയിന്റ് അടിക്കുന്ന സെക്ഷനാണ്. പെയിന്റിംഗ് മെഷീൻ, എയർലെസ് എന്ന് പറയും. ഇപ്പോഴത്തെ പുതിയൊരു ഇതാണ്, കുറെ പേർക്ക് അറിയായിരിക്കും അത്. നമ്മൾ പെയിന്റ് കലക്കി മെഷീന്റെ അടിയിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 മിനിറ്റിൽ 1.5 ലിറ്റർ പെയിന്റ് അടിക്കാൻ പറ്റിയ മെഷീൻ നമ്മൾ വന്നിട്ടുണ്ട്. അതുപോലെ 1 മിനിറ്റിൽ 3.5 ലിറ്റർ പെയിന്റ് അടിക്കാൻ പറ്റിയ മെഷീൻ നമ്മുടെ അടുത്ത് അവൈലബിലിറ്റി ആണ്. ആ 2 മെഷീനാണ് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ആ ഒരു മെഷീൻ വരുന്നത്. ഇതാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ പെയിന്റ് ഏതാണോ അത് നമ്മൾ കലക്കി ഇതിന്റെ അടിയിൽ വെച്ച് കൊടുത്താൽ മതി. 1 മിനിറ്റിൽ 3.5 ലിറ്റർ വരെ പെയിന്റ് അടിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. ഒരു ദിവസം കൊണ്ട് വീട് പെയിന്റ് അടിച്ചു കൊടുക്കുന്നത് ആ മെഷീനാണ് ഇത്. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. EMI നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് വാങ്ങാൻ ക്യാഷ് ഇല്ലെങ്കിൽ അടവിനിട്ട് തരാൻ പറ്റും. കേരളത്തിൽ എവിടെ ഇതിന്റെ സർവീസ് ഓൺ സൈറ്റ് ആയിരിക്കും. നിങ്ങളുടെ എവിടെയാണോ മെഷീൻ കംപ്ലൈന്റ് വരുന്നത് അവിടെ വേണേൽ നമ്മുടെ ടെക്നീഷ്യന്മാർ വന്ന് നേരാക്കി തരും. ഇനി ഇവിടെ ഇതും ഒരു കംപ്രസറിന്റെ സെക്ഷൻ ആണ്. ഇത് 50 ലിറ്റർ മുതൽ 320 ലിറ്റർ വരെയുള്ള കംപ്രസർ നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്. ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ജനറേറ്റർ സെക്ഷൻ. ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 kV മുതൽ 15 kV വരെയുള്ള ജനറേറ്റർ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഈ എല്ലാ സാധനത്തിനും സർവീസ് ഉണ്ടാവും. എല്ലാം നമ്മൾ താഴെ കണ്ടല്ലോ. ഒന്നിനും ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പൊ വർഷങ്ങളായിട്ട് ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരാളെ കിട്ടിയിട്ടുണ്ട്. ചേട്ടന്റെ പേര് എങ്ങനെയായിരുന്നു? ജയപ്രകാശ്. വീട് അട്ടപ്പാടി മേലെ. ഇവിടെ ആയിട്ട് ഇവിടുന്ന് എത്ര വർഷങ്ങളായിട്ട് ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? 10-15 വർഷമായിട്ട് എടുത്തിട്ട് പോകുന്നു. ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെ? എല്ലാം പക്കയാണ്. അതുകൊണ്ടാണ് വീണ്ടും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കാൻ പറ്റുന്നതും ഗ്യാരണ്ടിയും വാരണ്ടിയും എല്ലാം ഉള്ളതും റെഡിയാണ്. ഈ സബ്സിഡിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തിട്ട് തന്നിട്ടുണ്ട്? അവർ ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്. ചേട്ടന്റെ പേരെങ്ങനെയാണ്? എന്റെ പേര് ബിജു. വീട് ഇവിടെ തന്നെയാണോ? വട്ടമ്പലത്താണ്. മണ്ണാർക്കാട് വട്ടമ്പലത്താണല്ലേ.
ഇവരെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നല്ല സർവീസാണ്. നമ്മൾ 10 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. 10 വർഷമായിട്ട് ഇവരോട്ട് കണക്ഷൻ? 10 വർഷം മേലായിട്ട് ഇവിടെ തന്നെയാണ് കണക്ഷൻ. ഓക്കെ. സർവീസിലൊക്കെ ഹാപ്പിയാണ്? സന്തോഷമാണ്. നമ്മുടെ ഈ സബ്സിഡിയുടെ കേസൊക്കെ പറയണൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തു തരാറുണ്ട്. അപ്പൊ 10 വർഷത്തിലധികമായിട്ട് ഇവരുടെ കസ്റ്റമർ നമ്മൾ മേടിക്കുന്നത് ആണല്ലേ? അപ്പൊ അഗ്രോടെക്കിന്റെ ഒരു കസ്റ്റമറെ കൂടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് കാസിം. വീട് ഇവിടെ തന്നെയാണ്, മണർക്കാടിനാണ്? അതെ, വീട് കുന്തിപ്പുഴ ആണല്ലേ? ഈ അഗ്രോടെക് ആയിട്ട് എത്ര വർഷത്തെ പരിചയമുണ്ട്? അഗ്രോടെക് ആയിട്ട് പിന്നെ 1 വർഷത്തിലുള്ള ഇപ്പൊ പരിചയമുള്ളത്. മുമ്പേ നമുക്ക് അറിയാം ഈ സ്ഥാപനത്തിനെ കുറിച്ചുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ സർവീസും കാര്യങ്ങളും? ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഹോണ്ട മെഷീൻ ഉണ്ടാവും. ഒരു 10 വർഷം മുമ്പേ നമുക്ക് അഗ്രികൾച്ചറായിട്ട് തന്ന അതിന്റെ പിന്നെ അത് അപ്പുറത്തെ കടയിൽ കൊണ്ടുപോയപ്പോ അവര് പറഞ്ഞു തിരിച്ചെടുക്കൂലായിരുന്നു. ഇവിടെ വന്നപ്പോ അവര് നമുക്ക് അത് എടുത്തിട്ട് പിന്നെ പുതിയ മെഷീൻ തന്നു. ഉഷാറായി പരിപാടിയൊക്കെ. ഇടക്കിടക്ക് ഇവിടെ കൊണ്ടുവരും, അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. സർവീസ് ഒക്കെ അടിപൊളിയാണ്. നമ്മൾ എന്തായാലും ഇപ്പൊ ജോബാണിന്റെ ഓണർ, നമ്മള് നല്ല കമ്പനിയാണ്. പിന്നെ നമ്മളിന്ന് പൈസയും കാര്യങ്ങളൊന്നും ചെറിയ പണിക്കൊന്നും വാങ്ങലില്ല. ഇന്നലെ ഇവിടെ വന്നു, എല്ലാ തരത്തിലും സഹകരിക്കണം. ഇന്നലെ വന്നു വന്നിട്ട് പിന്നെ ഗ്രീസൊക്കെ ഇട്ട് പോയി. ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോണ സ്പെഷ്യൽ ഐറ്റം ഉണ്ടല്ലോ, എന്താണത്? നമുക്ക് വെൽഡിംഗ് ജനറേറ്റർ എന്ന് പറയും. ഇതിന്റെ തന്നെ നമുക്ക് ഏകദേശം 3 വേരിയന്റുകൾ വരുന്നുണ്ട്. ഇതിപ്പോ ഏറ്റവും ചെറുതാണ്. നമ്മൾ വെൽഡ് ചെയ്യാത്തപ്പോ നമുക്ക് ഒരു 1000 വാട്ട്സ് വരെയും, വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു 200 വാട്ട്സ് വരെ ഔട്ട്പുട്ട് കിട്ടും. അഥവാ ഇതൊരു വെൽഡ് മെഷീൻ കം ജനറേറ്റർ ആണ്. കറണ്ടിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വെൽഡ് ചെയ്യാനാണെങ്കിൽ ഡയറക്റ്റ് പെട്രോൾ ഒഴിക്കുക, ഡയറക്റ്റ് നിങ്ങൾക്ക് വെൽഡ് ചെയ്യാൻ പറ്റും. അതെ, നോക്കി നമ്മൾ നമ്മുടെ ഇതിന്റെ എർത്ത് കൊടുക്കണോ, അതേപോലെ തന്നെ ഹോൾഡർ കൊടുക്കുന്ന സംഭവം, ഇതൊന്ന് നമുക്ക് പ്രവർത്തിച്ച് കാണിക്കാൻ പറ്റുമോ? പ്രവർത്തിച്ച് കാണിക്കാം. ഒന്ന് ഓണാക്കി കേട്ടോ. മെഷീൻ ഓണായി. നോക്കി കറക്റ്റ് വെൽഡിങ്ങിന്റെ ആ സംഭവം വരുന്നത്. നോക്കി വെൽഡ് ചെയ്തോ കേട്ടോ. വെൽഡ് ചെയ്യാനും പറ്റും, അതേപോലെ തന്നെ ജനറേറ്റർ ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇത് 2 ഉപകാരം കേട്ടോ. നമുക്ക് സാധാരണ വെൽഡ് മെഷീനിൽ കൊടുക്കുന്ന പോലെ തന്നെ ഇതിന്റെ പിന്നെ എന്താണിത്, എർത്ത് കേബിൾ, അതേപോലെ തന്നെ ഹോൾഡർ ഘടിപ്പിക്കുന്ന കേബിളൊക്കെ ഘടിപ്പിക്കാൻ പറ്റും. ഇത് ഉപയോഗിക്കുന്ന സമയത്ത്, വെൽഡ് ചെയ്യുന്ന സമയത്ത് വെൽഡ് മെഷീനായിട്ട് ഉപയോഗിക്കാം, അല്ലാത്ത സമയത്ത് ഒരു ജനറേറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഡുവൽ ഉപകാരമുള്ള സംഭവമായിട്ടത്. ഇത് ഭയങ്കര സെറ്റപ്പായി. നമ്മളൊക്കെ പണിയെടുക്കുന്ന സമയത്ത് ഈ സംഭവങ്ങളെ ഇല്ല, അല്ലെങ്കിൽ കറണ്ട് ഇല്ലാത്ത എത്ര സ്ഥലങ്ങൾ നമ്മൾ കുടുങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, അഗ്രോടെക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ മണ്ണാർക്കാട് ടൗണിൽ കോടതിപ്പടി താഴെ ഇറക്കത്തിൽ പഴേരി പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ നമ്പർ സ്ക്രീനിലുണ്ട്, വിളിക്കാം, അന്വേഷിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.